വെൽക്കം ടു മുംബൈ മലയാളി യൂട്യൂബ് ചാനൽ. വീണ്ടും 4ാമത്തെ എപ്പിസോഡിലേക്ക് വന്നിരിക്കുകയാണ്. നമ്മൾ രാമായണം പറയുന്ന ആ ഒരു രീതി AI സപ്പോർട്ടോടുകൂടിയാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടും എന്ന് കരുതുന്നു. എന്തായാലും കമൻറ്റുകൾ വരട്ടെ. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞു വച്ചിരിക്കുന്നത് സുഗ്രീവൻ രാമലക്ഷ്മണന്മാരെ കണ്ടുകൊണ്ട് അവിടുന്ന് പാഞ്ഞ് ഓടിപ്പോവുകയാണ്. ഋഷി മുഖാചല എന്ന് പറയുന്ന ആ ഒരു പർവ്വതത്തിൻ്റെ മുകളിൽ ബാലി കയറാമല എന്നറിയപ്പെടുന്ന, അതായത് ബാലിയുടെ സാമ്രാജ്യമായ, ബാലിയുടെ കിങ്ഡമായ, വാനര രാജാവായ ബാലി, ഏകാധിപതിയായ ബാലി, അല്ലെങ്കിൽ ധർമ്മത്തോടുകൂടി ധർമ്മം അനുഷ്ഠിക്കാത്ത ബാലി, അങ്ങനെയൊക്കെ പറയാം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭരണം കൂടെയുള്ള ആർക്കും ഇഷ്ടമില്ല എന്ന് തന്നെ പറയാം. എന്തായാലും അവിടെ തിരിച്ചെത്തുന്ന സുഗ്രീവനെ അനുനയിപ്പിക്കാനുള്ള ശ്രമം നടക്കുന്നു. അതായത് ഹനുമാൻ വേഷം മാറി ബ്രഹ്മചാരിയുടെ വേഷത്തിലെത്തുന്നതാണ് കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കണ്ടത്. ഈ എപ്പിസോഡിൽ തിരിച്ച് ഹനുമാൻ ആൾക്കാരെ മനസ്സിലാക്കിക്കൊണ്ട് രാമലക്ഷ്മണന്മാർ നാരായണന്മാർ തന്നെ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവർ ഭഗവാന്റെ അവതാരമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ രാമഭക്തനായ ഹനുമാൻ ഭക്തിയാദരപൂർവ്വം പറയുകയാണ്. അതായത് സുഗ്രീവനെ ചെന്ന് കണ്ട് സുഗ്രീവനൊപ്പം ബാലിയുടെ ഭരണം അവസാനിപ്പിക്കുവാൻ വേണ്ടിയിട്ടുള്ള ശ്രമഫലമായി അങ്ങനെ സുഗ്രീവനെ അനുനയിപ്പിച്ച് സുഗ്രീവനുമായി ലക്ഷ്മണനും ചേർന്ന് രാമനോടൊപ്പം നിന്ന് അഗ്നിസാക്ഷിയായിക്കൊണ്ട് അവർ സഖ്യത്തിലേർപ്പെടുകയാണ്. ആ സഖ്യമെന്ന് പറഞ്ഞാൽ ബാലിയെ വധിക്കുക, യുദ്ധത്തിലാണെങ്കിലും ഭരണം ബാലിയുടെ അനുജനായ സുഗ്രീവനെ ഏൽപ്പിക്കുക എന്നുള്ളതാണ് അവരുടെ ശ്രമം. അപ്പോൾ അത് നടത്തുവാനായി പോകുന്നു. അടുത്തത് നമ്മൾ കാണുന്നത് രാമായണത്തിലെ ഇടെന്ന് പറഞ്ഞാൽ ദുന്ദുബി എന്ന രാക്ഷസനുമായി യുദ്ധം നടക്കുന്നു. വാനരന്മാർ യുദ്ധത്തിൽ ഏർപ്പെടുകയാണ്. അപ്പോൾ ബാലിയെ പരാജയപ്പെടുത്തുക എന്നുള്ളതാണ്. എന്തായാലും ദുന്ദുബിയുമായി യുദ്ധത്തിൽ ഏർപ്പെടുന്നത് ദുന്ദുബിയെ വധിക്കുകയാണ് ചെയ്യുന്നത്. ശ്രീരാമൻ വധിക്കുന്നത് എങ്ങനെയെന്ന് വെച്ചാൽ ദുന്ദുബിയുടെ ശിരസ്, അതായത് അദ്ദേഹത്തിൻ്റെ ശിരസ്, അദ്ദേഹത്തിൻ്റെ ദുന്ദുബി എന്ന് പറയുന്ന ആ ഒരു രാക്ഷസൻ എന്ന് പറയുമ്പോൾ അത് ഒരു പോത്തിൻ്റെ സ്വരൂപമാണ്. അപ്പോൾ അത് ശിരസ് കാലുകൊണ്ട് അമ്പുകൊണ്ട് കുത്തി എടുത്തുകൊണ്ട് ശിരസ് വലിച്ചെറിയുന്ന ഒരു സീനാണ്. അത് ഏകദേശം 10 യോജന ദൂരത്തേക്ക് വലിച്ചെറിഞ്ഞതായിട്ടാണ് രാമായണത്തിൻ്റെ ഏടുകളിൽ പറയുന്നത്. അപ്പോൾ അങ്ങനെ അദ്ദേഹത്തെ വധിച്ചു കഴിഞ്ഞ് പിന്നീട് ബാലിയെ വധിക്കുവാനുള്ള ശ്രമം. എന്തായാലും ബാലിയെ യുദ്ധത്തിൽ വധിക്കുക ചെയ്യുന്നു ശ്രീരാമൻ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മാറിടം പിളർന്ന് ആണ് അദ്ദേഹത്തെ വധിക്കുന്നത്. ബാലിക്ക് അങ്ങനെ വധിക്കാൻ സാധിക്കുകയുള്ളൂ ബാലിയെ, മറ്റ് ഒരു രീതിയിലും ബാലിയെ നമുക്ക് വധിക്കുവാൻ സാധിക്കുകയില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട്, അപ്പോൾ എന്തായാലും ആ ഭാഗം അവിടെ തീരുന്നില്ല. അതോടുകൂടി തന്നെ ബാലിയുടെ സാമ്രാജ്യം സുഗ്രീവനെ ഏൽപ്പിക്കാം എന്ന സഖ്യധാരണയനുസരിച്ച് സുഗ്രീവന് രാജ്യഭാരം ഏറ്റെടുത്തുകൊണ്ട് ഹനുമാനും സുഗ്രീവനും പറയുന്നു, ഒരിക്കലും അവർ തമ്മിൽ സംസാരത്തിൽ വരുന്നു അതായിട്ടാണ് ഏടുകളിൽ പറയുന്നത്. ഉപകാരം ചെയ്തവരെ വിസ്മരിക്കാൻ പാടില്ല, അതായത് ശ്രീരാമൻ്റെ കൂടെ എന്നും നിലനിൽക്കണം, ശ്രീരാമലക്ഷ്മണന്മാരുടെ കൂടെ എന്നുള്ളതാണ്. ഒരു കർമ്മത്തിനാണ് അവർ നിയോഗിക്കപ്പെടാൻ പോകുന്നത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഹനുമാൻ സുഗ്രീവരുമായി അങ്ങനെയൊക്കെ സംസാരിക്കുന്നതായിട്ടാണ് കാണുന്നത്. അപ്പോൾ എന്തായാലും ഹനുമാന് നേരെ തിരിച്ചു വരുന്നു, ഇവരെ കാണുന്നു. രാമലക്ഷ്മണന്മാർ അദ്ദേഹത്തെ നിയോഗിക്കുന്നു. ലങ്ക കടന്ന് ലങ്കയിൽ ചെന്ന് സീതയെ അന്വേഷിക്കാനായി, സീതാന്വേഷണത്തിനായി വാനരന്മാരോടൊപ്പം പുറപ്പെടുന്നു. എന്തായാലും വാനരപ്പടയോടുകൂടി ഹനുമാൻ ലങ്കയിലേക്ക് പോകുന്ന ആണ് അടുത്ത വീടുകളിൽ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. അപ്പോൾ ലങ്കയിലേക്ക് പോകുന്ന ഭാഗത്ത് മഹേന്ദ്ര പർവ്വതത്തിൻ്റെ താഴ്വരയിലാണ് സമ്പാതി എന്ന് പറയുന്ന ജടായുവിൻ്റെ ജ്യേഷ്ഠനായ പക്ഷി രാജാവായ ജടായുവിൻ്റെ ജ്യേഷ്ഠൻ, അദ്ദേഹത്തിൻ്റെ ചിറകുകൾ നഷ്ടപ്പെട്ടിട്ട് അദ്ദേഹം ആണ് വഴി കാട്ടിക്കൊടുക്കുന്നത്. ലങ്കയിലേക്ക് പോകാനുള്ള വഴി അടുത്തതായിട്ട് കാട്ടിക്കൊടുക്കുന്നത് അദ്ദേഹമാണ്. അപ്പോൾ ഇങ്ങനെ ഒരു കാര്യം ചെയ്തതിന് പ്രത്യുപകാരമായി ചിറകുകൾ തിരിച്ചു കിട്ടുകയാണ്. ഒരിക്കൽ ചിറകുകൾ നഷ്ടപ്പെട്ടു പോയ സമ്പാദിക്ക് വീണ്ടും ചിറകുകൾ കിട്ടുന്നതായിട്ട് ആണത് ശ്രീരാമദേവൻ്റെ അനുഗ്രഹത്താൽ. ഇവിടെ വരെയാണ് നമ്മുടെ ഈ പ്രാവശ്യത്തെ രാമായണ എപ്പിസോഡ്. ഇനി അടുത്ത എപ്പിസോഡുകൾ വളരെ രസകരമായ, വളരെ ആവേശഭരിതമായ എപ്പിസോഡുകൾ, അതായത് സേതു ബന്ധനം അല്ലെങ്കിൽ രാമസേതു നിർമ്മിക്കുന്നതും അവിടെ നിന്ന് മുന്നോട്ട് പോകുന്നതും നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. അതുവരേക്കും എല്ലാവർക്കും നന്ദി. എന്നെ കേട്ടതിന്. വീണ്ടും അടുത്ത വീഡിയോ വരുന്നതിൽ നന്ദി. വീണ്ടും കാണാം. ജയ് ഭാരത്.